So good morning all. In today's lecture we are going to see what is revolving magnetic field. ഒരു ബ്രീഫ് റിവ്യൂ പോലെയാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സി റൊട്ടേറ്റിംഗ് മെഷീൻ, ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സിങ്ക്രണസ് മെഷീനോ ഇൻഡക്ഷൻ മെഷീനോ എ സി മെഷീനകത്ത് എങ്ങനെയാണ് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്പേസ് വെക്റ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്ത് മനസ്സിലാക്കും. എന്താണ് സ്പേസ് വെക്റ്റർ, എന്നിട്ട് എങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. സോ സ്പേസ് വെക്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് മോഡുലേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സൈൻ PWM ഒക്കെ നമ്മൾ പഠിച്ച പോലെ സ്പേസ് വെക്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് അതൊരു മോഡുലേഷൻ ടെക്നിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഇൻ കേസ് ഓഫ് റൊട്ടേറ്റിംഗ് MMF, ഫസ്റ്റ് റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് MMF. സോ MMF എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. അപ്പം ഇറ്റ്സ് എ ഫോഴ്സ് ദാറ്റ് ഹാസ് ദി എബിലിറ്റി ടു എസ്റ്റാബ്ലിഷ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഹിയർ ഐ ഹാവ് എ സിങ്ക്രണസ് മെഷീൻ whose winding are A dash representing a coil, അല്ലെങ്കിൽ ഒരു ഫേസിനെ A dash എന്ന് പറഞ്ഞാൽ ഒരു ഫേസിനെ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സിമിലർലി B dash represents the another face and C dash is representing other face. അങ്ങനെ 3 ഫേസുള്ള ഒരു സിങ്ക്രണസ് മെഷീനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇഫ് യു ഒബ്സർവ് യു ക്യാൻ സീ ദാറ്റ് ഫേസ് A and ഫേസ് B, it is 120 degree phase shifted, space shifting. അതായത് ഫേസ് എ കോയിൽ, അതിലെ എ കോയിലും ബി കോയിലും സ്പേസിൽ നമ്മൾ തീറ്റ ഈക്വൽ ടു 120 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസ് ഷിഫ്റ്റിംഗ്. അഗെയിൻ യു ക്യാൻ സീ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫേസ് എ ആൻഡ് ഫേസ് ബി ആൻഡ് ഫേസ് സി ഈസ് അഗെയിൻ 120 ഡിഗ്രി ആൻഡ് ഇറ്റ് അപ്ലൈസ് ടു ആംഗിൾ ബിറ്റ്വീൻ ഫേസ് എ ആൻഡ് ഫേസ് സി, അതും 120 ഡിഗ്രിയാണ്. അപ്പോൾ 3 ആംഗിളും, അതായത് 3 ഫേസും തമ്മിലുള്ള ആംഗിൾ എ ബി സി ഈസ് 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ്. സോ എൻ്റെ റിട്ടേൺ പാത്താണ് എ ഡാഷ്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ എന്നുള്ള കോയിലിൻ്റെ റിട്ടേൺ പാത്താണ്. സോ ഒരു 3D ഡയഗ്രാമത്തിൽ നമ്മൾ നോക്കുന്ന പോലെ നമ്മൾ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇഫ് ദിസ് കോയിൽ ഈസ് ഇൻകമ്മിങ് ആൻഡ് ദിസ് കോയിൽ ഈസ് ഔട്ട് ഗോയിങ്. നമുക്കത് 2D ഫിഗറിൽ ആ കറണ്ടിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എ ഡോട്ട് ഇൻ ദ അപ്പർ കോയിൽ ആൻഡ് എ ക്രോസ് ഇൻ ദ ലോവർ കോയിൽ. ഇപ്പം ലോവർ കോയിൽ ക്രോസും അപ്പർ കോയിൽ ഡോട്ടും ആണെങ്കിൽ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യു ക്യാൻ ഗെറ്റ് ദ ഡയറക്ഷൻ ഓഫ് MMF ആസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ആ ഒരു കോയിൽ ഫേസ് എ മാത്രം എക്സൈറ്റ് ചെയ്യുമ്പം ഉണ്ടാവുന്ന MMF. So you can draw the direction of MMF as like this. So ഞാൻ F ആണ് MMFനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ, ആൻഡ് A represents that of the phase A. If the B coil alone is excited, B coil മാത്രം എക്സൈറ്റ് ചെയ്യുവാണെങ്കിൽ you will get another MMF which is FB. Okay, similarly അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും the MMF of phase A and that of B is 120 degree phase shifted from each other. അതേപോലെ if you are exciting the coil C alone with the current, it will produce a magnetic field FC, MMF FC. Okay, so ഈ MMFകൾ ഓരോ കോയിലും എക്സൈറ്റ് ചെയ്യുമ്പോൾ അതാത് MMFകൾ അതാത് മാഗ്നറ്റിക് ഫീൽഡിനെ ആ മെഷീനകത്ത് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. But the machine is excited with the current like this, either IA cos omega t or sin omega t. You can use both the functions, sin omega t. So 3 ഫേസിലെ കോയിൽസും ഒരിക്കലും ഒരേ സമയത്തല്ല എന്ത് ചെയ്യുന്നത്, എക്സൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ we call it as time displacement. Coils are space displaced and the current exciting the coil are time displaced because you have a 120 degree phase shift between each current. അതുകൊണ്ട് തന്നെ അവിടെ ടൈം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പേസ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കോയിലിലോട്ട്
ടൈം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് ഇഫക്റ്റാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അത് ഞാനിവിടെ ഒരു ഫിഗർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ യു ഹാവ്, ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത് കറണ്ട് ഇൻ ഈച്ച് കോയിൽ, ദറ്റ് ഈസ് IA, IB ആൻഡ് IC. 3 കറണ്ട് കാണിച്ചിരിക്കുന്നുണ്ട്. സോ അത് തീറ്റ ആംഗിൾ വേരി ചെയ്യുന്നതനുസരിച്ച് യു ക്യാൻ സീ ഇൻ ദ എക്സ് ആക്സിസ് ദ ആംഗിൾ തീറ്റ വേരിയിങ് ഫ്രം 0 to 360 ഡിഗ്രി. അപ്പോൾ നമ്മളിവിടെ ഓരോ ഫേസിലെ കറണ്ട് എടുത്ത് നോക്കി നോക്കാം. സോ ഇവിടെ A1 A2 മീൻസ് A dash. Similarly B1 represents B and B dash, C and C dash. ഓക്കെ, ഇതെല്ലാ കോയിലും ബാധകമാണ്. അതേപോലെ ഈ തീറ്റ ഈക്വൽ ടു 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ ഇതാണ്. സോ ഡോട്ടഡ് ലൈൻ കാണിക്കുന്ന പോലെ തീറ്റ ഈക്വൽ ടു 60ക്കുള്ള ഫിഗർ ഇതായിരിക്കും, തീറ്റ ഈക്വൽ ടു 120ക്കുള്ള ഫിഗർ ഇങ്ങനെയാണ്. സോ റെസ്പെക്റ്റീവ്ലി അങ്ങനെ. എനിവേ, now current in the coil A is 0, so which means there is no pole formation in that from that coil. അതേ സമയം the current in the phase B is minus, negative ആകുമ്പോൾ B1 will be south and B2 will be north. okay, നെഗറ്റീവ് ആയതുകൊണ്ടാണ് B1 സൗത്ത് ആയത്. and at the same time the current IC at that instant theta equal to 0, it is positive. അതുകൊണ്ട് തന്നെ C1 നോർത്ത് പോളും C2 എന്നുള്ളത് സൗത്ത് പോളും ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ 2 നോർത്ത് പോളും ഇവിടെ 2 സൗത്ത് പോളുമാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പം അതിൻ്റെ ആ ഒരു എയർ ഗ്യാപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. സോ ലെറ്റ്സ് at theta equal to 0, you can see a vector like this. okay, ഇനി നമ്മൾ at theta equal to 60 degree നോക്കി നോക്കാം. so at 60 degree the current IA increased. okay, അതേസമയം IC is equal to 0 and IB equal to negative. still it's negative. IB negative ആയതുകൊണ്ട് again B2 will be north and B1 will be south. and IA പോസിറ്റീവ് ആയതുകൊണ്ട് A1 will be north and A2 will be south. സോ അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടൻ്റ് ഇത് നോർത്ത് സൗത്തിലോട്ട് അതിൻ്റെ അപ്പം യു ക്യാൻ സീ ദാറ്റ് MMF ഹാസ് ബീൻ ഡിസ്പ്ലേസ്ഡ് ബൈ 60 ഡിഗ്രി. അപ്പം നമുക്ക് പുതിയ വെക്ടർ ആഫ്റ്റർ 60 ഡിഗ്രി തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി ഡിസ്പ്ലേസ്മെൻറ്റ് യു വിൽ ഗെറ്റ് എ വെക്ടർ ലൈക്ക് ദിസ് വിച്ച് ഈസ് ഡിസ്പ്ലേസ്ഡ് 60 ഡിഗ്രി. സോ ഇവിടെ എന്താണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്? നമ്മൾ കറണ്ട് സ്പേസ് ഡിസ്പ്ലേസ്ഡ് കോയിലോട്ട് ടൈം ഡിസ്പ്ലേസ്ഡ് കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു മാഗ്നറ്റിക് MMF കിട്ടുന്നുണ്ട് വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ സ്പേസ്. ഓക്കെ, ആ സ്പേസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ സീ റെസ്പെക്റ്റീവ്ലി അതർ ഫിഗേഴ്സ്. ഈ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ യു ക്യാൻ സീ ദ വെക്ടർ ഈസ് നൗ ഹെഡിങ് ടുവേർഡ് ലൈക്ക് ദിസ്. okay, after 120 degree നമ്മുടെ വെക്ടർ ഇങ്ങനെയാണ്. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വിൽ ബി ദ സെയിം, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. സോ ആക്ച്വലി ദ വെക്ടർ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് ഈച്ച് ഇൻസ്റ്റൻറ്റ്. ഇനി തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിൽ ഇങ്ങനെയും കിട്ടുക. ഓക്കെ, സോ ഇൻ ഷോർട്ട് ഇഫ് യു ആർ സേയിങ് ദാറ്റ് by varying the angle you are rotating this vector. ഇതെന്താണ്? MMF വെക്ടർ ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് വെക്ടർ. റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ട് അവിടെ ആക്റ്റീവ് ആണ്. സോ ഹൂസ് റെവല്യൂഷൻ, സ്പീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ NS സിങ്ക്രണസ് സ്പീഡാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ദ സപ്ലൈ ഫ്രീക്വൻസി. നമ്മൾ ആ കറണ്ട് എക്സൈറ്റ് ചെയ്യുന്നത് സപ്ലൈ ഫ്രീക്വൻസിയിൽ നിന്നാണ്. സോ 120 F/P എന്നുള്ള സിങ്ക്രണസ് സ്പീഡിലായിരിക്കും the magnetic field is rotating. സോ അതിനെയാണ് നമ്മൾ റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് RMF എന്ന് പറയുന്നത്. ഓക്കെ, റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇതാണ് എവിടെ ഉണ്ടാകുന്നത്? നമ്മുടെ ഈ മെഷീൻ്റെ എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എയർ ഗ്യാപ്പ് MMF എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ഇത് ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു വെക്ടർ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3/2 ടൈംസ്
ദ എം എം എഫ് പെർ ഫേസ്. ഒരു ഫേസ് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എം എം എഫ്, അതാണ് എം എം എഫ് പെർ ഫേസ്. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. സപ്പോസ് ഇഫ് എ കോയിൽ വാസ് എക്സൈറ്റഡ് അലോൺ, എ കോയിൽ മാത്രമാണ് എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ വി ഗെറ്റ് ദ കമ്പോണൻറ്റ് എഫ് എ. സോ എഫ് എയുടെ 3/2 ടൈംസ് ആയിരിക്കും ദ എയർ ഗ്യാപ്പ് എം എം എഫ് അറ്റ് ഈച്ച് ഇൻസ്റ്റൻറ്റ് വരുന്നത്. ബിക്കോസ് ദർ വിൽ ബി മൾട്ടിപ്പിൾ ഫേസ് ബി എക്സൈറ്റഡ്. അപ്പം നമ്മളിവിടെ ഗ്രാഫ് കണ്ട പോലെ തന്നെ, ബിക്കോസ് ദ എം എം എഫ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ഐ ആണ്. ഐ എ വിൽ ബി എം എം എഫ് ഓഫ് ഫേസ് എ. ഫേസ് എൻ്റെ എം എം എഫ് ആണ്, ഓർ എഫ് എ എന്ന് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് എ is n into ia, where ia is the instantaneous value. So നമ്മളിവിടെ കറണ്ട് വേരി ചെയ്യുന്ന അതേപോലെ, ബിക്കോസ് n is just the number of turns in the stator coil. So it won't just have any effect. അത് വേരി ചെയ്യുന്നില്ല, it's constant. And ia is varying in cosine or sine function. അപ്പോൾ അത് അതേപോലെ തന്നെയായിരിക്കും എഫ് എയും വേരി ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റൻറ്റിൽ ഏത് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും, അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഈ എയർ ഗ്യാപ്പ് എം എം എഫ് എന്ന് പറയുന്നത്. ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 3/2 ടൈംസ് ദ എം എം എഫ് പെർ ഫേസ്. ഒരു ഫേസിലെ എം എം എഫിൻ്റെ 3/2 ടൈംസ് ആയിരിക്കും ടോട്ടൽ എയർ ഗ്യാപ്പിലെ എം എം എഫ്. സോ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് സിങ്ക്രണസ് മെഷീനിലാണെങ്കിലും ഇൻഡക്ഷൻ മെഷീനിലാണെങ്കിലും അവിടെ എയർ ഗ്യാപ്പിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. സിങ്ക്രണസ് മെഷീനിലാണെങ്കിൽ ഡയറക്റ്റ് ലൈക്ക് റോട്ടറിലെ ഡി സി എക്സൈറ്റേഷൻ ലോക്ക് ചെയ്തിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇൻ കേസ് ഓഫ് ഇറ്റ് ഇസ് എ മോട്ടർ. അതേസമയം ഇഫ് ഇറ്റ് ഈസ് എ ഇൻഡക്ഷൻ മെഷീൻ, ഈ റിവോൾവ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നതും ഒരു കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. അത് പിന്നെ സ്ലിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടോർക്ക് ഡെവലപ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതും. സോ ദാറ്റ്സ് ഹൗ ദ കോൺസെപ്റ്റ്. നമുക്കിവിടെ ഈ റൊട്ടേറ്റിംഗ് റിവോൾവിങ് എം എം എഫ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് സ്പേസ് വെക്റ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോവാണ്. ഓക്കെ, സോ സ്പേസ് വെക്റ്റർ ഈസ് നത്തിങ് ബട്ട് എ വെക്റ്റർ ദാറ്റ് ഈസ് ഏബിൾ ടു ബി റൊട്ടേറ്റഡ് എന്നുള്ള രീതിയിലാണ് നമ്മളതിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്പേസ് വെക്റ്റർ എങ്ങനെ സിന്തസൈസ് ചെയ്യാം എന്നുള്ളത് നോക്കണം. സോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്പേസ് വെക്ടറിനെ പറ്റി നമ്മളൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. സോ നമ്മളതൊരു വോൾട്ടേജ് രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സ്പേസ് വെക്ടർ നമുക്ക് ആ ഒരു സ്പേസ് വെക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഞാനൊരു ഇൻവേർട്ടർ കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ 3-phase inverter. Okay, you have switches T1, T3, T5, okay, T4, T6 and T2. Okay, ഇതാണ് അതിൻ്റെ സ്വിച്ചുകൾ T1, T3, T5, T4, T6 and T2. You know that the gate pulse T1ലേക്ക് കൊടുക്കുന്ന ഗേറ്റ് പൾസിൻ്റെ നോട്ട് ചെയ്ത സിഗ്നൽ ആയിരിക്കും T4ലോട്ട് കൊടുക്കുന്നത്. ബിക്കോസ് T1 ഓൺ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും T4 ഓൺ ആകാൻ പാടില്ല. വി നോ ദാറ്റ് ഇറ്റ് വിൽ കോസ് ഡെഡ് ഷോർട്ട് സർക്യൂട്ട്. നമ്മുടെ ഒരു സോഴ്സിൻ്റെ ഷോർട്ട് സർക്യൂട്ട് അത് കാരണക്കാരനാവും. സോ ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. സ്വിച്ചസ് അത് നഷ്ടപ്പെടുത്താൻ, സ്വിച്ചിനെ ചീത്തയാക്കാൻ അത് മതി. സോ അതുകൊണ്ട് തന്നെ T1ഉം T4ഉം കൊടുക്കുന്ന ഗേറ്റ് സിഗ്നൽസ് വിൽ ബി കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. ഓക്കെ, ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് you can say this is representing phase R and this is representing phase Y and this is representing phase B. നമുക്ക് ആറിൽ 1 നമുക്ക് ഇതിനെ ഡിജിറ്റൽ സിഗ്നൽസിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ, ഇഫ് സപ്പോസ് you represent 0, 0, 0, it means the gate signal that is given to upper switches. ഓഡ് സ്വിച്ചസിലോട്ട് കൊടുക്കുന്ന ഗേറ്റ് സിഗ്നലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. So if you are giving 0, 0, 0, you can see that the pulse will be 1, 1, 1 or high. Low, high എന്നുള്ള representation ഫോം ചെയ്യുകയാണെങ്കിൽ, if it is given low for each phase, it means you are giving a high to lower switches. Okay, otherwise if you are saying that I am giving 0, 1, 0 to the upper switches, it means 1, 0, 1 എന്നുള്ളത് ലോവർ സ്വിച്ചിലോട്ട് കൊടുക്കുന്നതായിട്ട് രീതിയിലാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഒരു ഡിജിറ്റൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ വെക്റ്റർ ലൈക്ക് ദിസ്, എ റിവോൾവിംഗ് വെക്റ്റർ, വോൾട്ടേജ് വെക്റ്റർ ലൈക്ക് ദിസ്. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
you can see a phase A, phase B and phase C. അത് നമ്മൾ ഇപ്പോൾ ഒരു മെഷീൻ്റെ പെർസ്പെക്റ്റീവിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഓർ ദ വോൾട്ടേജ് ഫ്രം ദ ഇൻവെർട്ടർ എന്നുള്ള രീതിയിൽ. സോ ഹിയർ യു ഹാവ് 3 numbers 100, 110 അങ്ങനെ. അപ്പം നമുക്കിവിടെ കുറേ വെക്ടേഴ്സ് കാണാൻ പറ്റും, V3, V4, V5, V6 അങ്ങനെ കുറേ ഒരു 6 വെക്ടർ സെറ്റ്, 6 സെറ്റ് ഓഫ് വെക്ടേഴ്സ് കാണാൻ പറ്റും. And in the middle you can see V0 and V7, and totally there are 8 vectors. These number represents R, Y, B. ഓരോ ഫേസിലേക്കിലോട്ട് കൊടുക്കുന്ന ഗേറ്റ് സിഗ്നലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോ വെക്ടർ വീതം മനസ്സിലാക്കാം. ഇഫ് യു ആർ ഗിവിങ് 100, ദാറ്റ് ഈസ് R, Y, B. ആറിൽ 1 മാത്രം കൊടുക്കണം, മറ്റേ 2 0 കൊടുക്കണം. ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ഗെറ്റ് ദ വോൾട്ടേജ് V1. സോ അതെങ്ങനെ നോക്കാം. സോ ഇഫ് യു ആർ ഗിവിങ് 100, 100 വന്നാൽ ഇത് ക്ലോസ് ആണ്, ഇത് ഓപ്പൺ ആയിരിക്കും, ഇത് ക്ലോസ് ആയിരിക്കും, ഇത് ക്ലോസ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി കോൺഫിഗറേഷൻ. അങ്ങനെ ആയിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ. അപ്പോൾ അത് ഞാൻ ഒരു കുറച്ച് സെറ്റ് ഓഫ് ഫിഗർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ യു ഹാവ് V1. സോ ദ റെഡ് കളർ റെപ്രസെൻറ്റ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ദ വൈറ്റ് കളർ റെപ്രസെൻറ്റ് ദീസ് ആർ ഓപ്പൺ. ഓക്കെ, അത് ഓപ്പണും ക്ലോസ് ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. V1 100, V4 എന്ന് പറഞ്ഞാൽ 011, V7 എന്ന് പറഞ്ഞാൽ 111. സോ 111 എന്ന് പറഞ്ഞാൽ ഓൾ ദ അപ്പർ സ്വിച്ചസ് ആർ ക്ലോസ്ഡ്. V4 എന്ന് പറഞ്ഞാൽ 011 and 110. So 001. So it just represents how the switches are on and off. അപ്പോൾ നമുക്കിവിടെ ഒരു 6 സ്റ്റേറ്റ്സ് കാണാൻ പറ്റും. 6 സ്റ്റേറ്റ്സ്. അപ്പോൾ ഞാൻ അതിനെ ലിസ്റ്റ് ചെയ്തിട്ട് കാണിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ലൈക്ക് ആ സ്വിച്ചിങ് സ്റ്റേറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് RYB. ഓക്കെ, സോ 000, 001, 010. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സിഗ്നലിൽ 3 ബിറ്റ് നമ്പേഴ്സ് എഴുതുന്ന പോലെ എഴുതിയാൽ മതി. ഫ്രം 0 to 7, ഫ്രം 000, അപ്പം 1 2 3 4 5 6 7 അങ്ങനെ നമ്മളൊരു സെറ്റ് ഒരു 8 നമ്പർ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിൽ നമുക്ക് കാണുന്ന ആദ്യത്തെ നമ്പർ V0 ആസ് വെൽ ആസ് V7, ഈ 2 നമ്പറിനെ നമുക്ക് നൾ സ്റ്റേറ്റ് എന്നറിയപ്പെടാം, നൾ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് നൾ സ്റ്റേറ്റ് എന്നുള്ളത് നോക്കാം. ബാക്കിയുള്ള V1 to V6 എന്നുള്ള ഈ സ്റ്റേറ്റ്സിന് നമ്മൾ ആക്റ്റീവ് സ്റ്റേറ്റ്സ് എന്നാണ് പറയാം. ഓക്കെ, സോ നൾ സ്റ്റേറ്റ് ഈസ് ജസ്റ്റ് V0 ആൻഡ് V7. V0 അതേപോലെ V7നെ നമുക്ക് നൾ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. അതേപോലെ റെസ്റ്റ് other from V1 to V6 we call them as active states എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നൾ സ്റ്റേറ്റ് ആവുന്നത്, അതെങ്ങനെയാണ് ആക്റ്റീവ് സ്റ്റേറ്റ് ആവുന്നത്. സോ ഹിയർ വി ഹാവ് V7. ഇപ്പോൾ V7 ഇവിടെ കാണാൻ പറ്റും. സോ ദിസ് ഇസ് V7 ആൻഡ് ദിസ് ഇസ് V0. ഇഫ് യു ആർ സ്വിച്ചിങ് V7ൽ നമ്മൾ കിട്ടണമെങ്കിൽ 111 എന്നുള്ള ഒരു ഡിജിറ്റൽ സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്നത്, വിച്ച് മീൻസ് ഓൾ ദ അപ്പർ സ്വിച്ചസ് ആർ ക്ലോസ്ഡ്. ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ ഇൻവെർട്ടർ സൈഡ്. ആ ഒരു കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? സോ ഇഫ് ഓൾ ദ അപ്പർ സ്വിച്ചസ് ആർ ക്ലോസ്ഡ് 111 എന്നുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ദീസ് സ്വിച്ചസ് ആർ ക്ലോസ്ഡ്, ദ ലോവർ സ്വിച്ചസ് ആർ ഓപ്പൺ. ഓക്കെ, ഓഡ് സ്വിച്ചസ് ആർ ക്ലോസ്ഡ് ആൻഡ് ഈവൻ സ്വിച്ചസ് ആർ ഓപ്പൺ. സോ ആ സമയത്ത് ദ വോൾട്ടേജ് ഓഫ് ആർ എന്നുള്ള ഫേസിൻ്റെ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു O വിൽ ബി വാട്ട്? ഇത് തമ്മിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? VDC/2 ആയിരിക്കും, വോൾട്ടേജ് ഓഫ് ദിസ് കപ്പാസിറ്റർ. ഓക്കെ, സിമിലർലി ദ വോൾട്ടേജ് ബിറ്റ്വീൻ Y and O will be again VDC/2. Again the voltage across B and O will be VDC/2. That is VBO, VYO and VRO, which means all the phases are in same potential. അപ്പോൾ നമ്മൾ ലോഡ് എവിടെയാണ് കണക്ട് ചെയ്യുക? നമ്മൾ ലോഡ് കണക്ട് ചെയ്യുക across R, Y and B. So will there be any phase difference between RY, YB and RB? No.
So നമ്മൾ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വിൽ ബി സീറോ, ദർ വോണ്ട് ബി എനി കറണ്ട്. The same condition will be happening when you close all the lower switches. ഈ lower switches close ചെയ്ത് കഴിഞ്ഞാൽ that represents the condition 0 0 0, which means the upper switches are open and the lower switches are closed. ആ സമയത്തും the potential between VRO will be minus VDC by 2. ഈ VRO അതേപോലെ VYO and VBO ഇതെല്ലാം മൈനസ് VDC by 2 ആയി മാറും. സോ അതുകൊണ്ട് തന്നെ ദ ഔട്ട്പുട്ട് വിൽ ബി സീറോ അഗെയിൻ. അതുകൊണ്ടാണ് ഈ രണ്ട് സ്റ്റേറ്റിനെയും 0 0 0 എന്ന സ്റ്റേറ്റിനെയും 1 1 1 എന്ന സ്റ്റേറ്റിനെയും നമ്മൾ നൾ വെക്റ്റർ എന്നോ നൾ സ്റ്റേറ്റ് എന്നോ വിളിക്കാം. നൾ സ്റ്റേറ്റ് എന്നോ നൾ വെക്റ്റർ എന്നോ വിളിക്കാം. സോ നമുക്ക് ഇവിടെ V0 0 that is V0 and V7, both these states are called null state. All other states like V1 to V6, they are called active state. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ആക്റ്റീവ് സ്റ്റേറ്റ് എന്നും മറ്റേതിന് നൾ സ്റ്റേറ്റ് എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഓൾ ദ അതർ കണ്ടീഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് സം വോൾട്ടേജ്. സപ്പോസ് വി ആർ സ്വിച്ചിങ് ഇൻ V1 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താണ് നമുക്ക് കിട്ടാൻ നോക്കിയേക്കാം. സോ V1 ഓൺ ആയി കഴിഞ്ഞാൽ which means this upper switch is closed, the lower both switches are closed. ഈ രണ്ട് സ്വിച്ചും മേലത്തെ ഈ സ്വിച്ചും ക്ലോസ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ വോൾട്ടേജ് അക്രോസ് VRO എന്ന് പറഞ്ഞാൽ VDC by 2, ഇവിടെ മൈനസ് VDC by 2 മൈനസ് VDC by 2. ഓക്കെ, സോ ദ ലോഡ് അക്രോസ് നമ്മളിതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടൊക്കെ വരച്ചിട്ട് അതിൻ്റെ അക്രോസിലെ വോൾട്ടേജ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ മാക്സിമം പോസിബിൾ വോൾട്ടേജ് അക്രോസ് ന്യൂട്രൽ, ഇവിടെ ഇതെല്ലാം ദിസ് പോയിന്റ് O ആൻഡ് ദ ന്യൂട്രൽ ഓഫ് ദ ലോഡ് ഈസ് നോട്ട് ഷോർട്ടഡ്. അതിൻ്റെ തിയറിയൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. Okay, here you have the neutral. Okay, so അങ്ങനത്തെ ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ യു ക്യാൻ സീ ഇൻ കേസ് ഓഫ് Y and B both are lower switches are on. അതേസമയം R ഫേസിൽ upper switch is on. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വോൾട്ടേജ് അക്രോസ് this load will be 2 VDC by 3 and other load will be VDC by 3. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഫേസ് വോൾട്ടേജ് കിട്ടുക. ദ വോൾട്ടേജ് VRN എന്ന് പറയുന്നത്. അതേസമയം VYN and VBN will be minus VDC by 3. Okay, so that is the voltage across the phase with respect to this neutral N, which is not the voltage VRO എന്നുള്ളതും VRN എന്നുള്ളതും ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ അതിലോട്ട് പോകുന്നില്ല. എനിവേ, നമുക്കിത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്റ്റർ വിൽ ബി മാക്സിമം 2/3 VDC എന്നുള്ളത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് V1, ദാറ്റ് ഈസ് ദ പീക്ക് വാല്യൂ ഓഫ് ദ പെർ ഫേസ് വോൾട്ടേജ്. ഈ ഒരു ലിംബിൽ ഒരു ഫേസിൽ കിട്ടാവുന്ന പരമാവധി വോൾട്ടേജ് ആണ് 2/3 VDC എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് V1 ആൻഡ് V2 എക്സെട്ര. സോ അങ്ങനെയാണ് ഇത് സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഇതിൽ ഏത് ലെഗാണോ സ്വിച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് V1 ആണോ അതല്ലെങ്കിൽ V2 ആണോ V3 ആണോ എന്നുള്ള വോൾട്ടേജ് വെക്ടറാണ് കിട്ടുന്നത്. സോ ബൈ കൺട്രോളിങ് ദ സ്വിച്ചിങ് സീക്വൻസ് ഓഫ് ദ ലെഗ് യു ആർ ഏബിൾ ടു ജനറേറ്റ് എ റിവോൾവിങ് വോൾട്ടേജ്. അതായത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ എ റിവോൾവിങ് വോൾട്ടേജ് വിൽ ഗീവ് വിൽ റിസൾട്ട് ഇൻ എ സൈനസോയിഡലി വേരിയിങ്. കാരണം നമ്മൾ ഓസിലേഷൻസ് ഒക്കെ പഠിക്കുന്നതാണ്. സോ ആക്ച്വലി എ വോൾട്ടേജ് ഫേസർ, റിവോൾവിങ് ഫേസർ വിൽ പ്രൊഡ്യൂസ് എ സൈനസോയിഡലി വേരിയിങ് വോൾട്ടേജ്. ഓക്കെ, റിവോൾവിങ് നമ്മൾ സൈൻ വോൾട്ടേജ്
സൈനസോയിഡൽ വേവ് ഫോമുള്ള വോൾട്ടേജ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫേസ് ഡയഗ്രത്തിൽ റൊട്ടേറ്റിംഗ് വെക്റ്റർ അഥവാ ഫേസർ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഫ്രം ദിസ് ഫേസർ ഈസ് ഡെവലപ്ഡ് by controlling the switching signal such that you will get a final voltage, sinusoidally varying voltage. ഓക്കെ, അപ്പോൾ ടൈം അനുസരിച്ച് സൈനസോയിഡലി വേരി ചെയ്യുന്ന ഒരു വോൾട്ടേജ് നമുക്ക് അവിടെ ആ ഒരു ഇതിനെ ആ ഒരു മെഷീൻ നമ്മൾ ആ ലോഡിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. സോ എങ്ങനെയാണ് ഈ ഒരു നമുക്കൊരു വെക്ടർ, സപ്പോസ് നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടർ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് എടുക്കാം. സേ ദിസ് ഇസ് വി റെഫറൻസ്. ഓക്കെ, ഈ വി റെഫറൻസ് എന്നുള്ളൊരു വെക്ടറാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്വിച്ച് ചെയ്യുമ്പം ഈ വി റെഫറൻസ് ആണ് ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ V1, V2, V3, V4, V5 എന്ന് കുറേയുള്ള അതൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ വെക്ടേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ സ്വിച്ച് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു റൊട്ടേറ്റിംഗ് വെക്ടറാണ് വി റെഫറൻസ് എന്ന് പറയുന്നത്. സോ ഈ വി റെഫറൻസ് ആയിരിക്കും അൾട്ടിമേറ്റ്ലി ഇത് ലോഡിന് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ വി റെഫറൻസിനെ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഈ വി റെഫറൻസ് V1-നും V2-നും ഇടയിലാണ് വേണമെങ്കിൽ we have to switch between V1 and V2. Okay, if I want this V reference in between, ഇതാണ് നമുക്ക് റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ്, റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞ പോലെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു സ്പേസ് വെക്റ്റർ ആണ്. സ്പേസ് വെക്റ്റർ എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് വെക്ടറാണ്, ഈ വോൾട്ടേജ് വെക്ടറാണ്. അപ്പോൾ നമുക്ക് അത് V3-നും V4-നും ഇടയിലാണ് വേണമെങ്കിൽ നമ്മളത് എങ്ങനെ സ്വിച്ച് ചെയ്യണം? V3-യും V4-ൻ്റെ ഇടയിൽ വെച്ച് സ്വിച്ച് ചെയ്യണം. സോ എങ്ങനെയാണ് അതിൻ്റെ സ്വിച്ചിങ് സീക്വൻസ് എന്ന് നോക്കാം. സപ്പോസ് ഐ വാണ്ട് എ വെക്ടർ ഇൻ ബിറ്റ്വീൻ V1 ആൻഡ് V2. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0. സോ വി സ്റ്റാർട്ട് ഫ്രം 0, 0, 0. നൾ വെക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നൾ വെക്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വി വിൽ ഗോ ടു V1. സോ ദാറ്റ് ഈസ് 1, 0, 0. ഓക്കെ, സോ ഇൻ ദിസ് R, this correspond to R, Y and B. So this is V0 and you are switching on V1. Now you are switching to V2. Upon 1, 1, 0 and you are going to V7. That is 1, 1, 1. ഇവിടെ സ്വിച്ചിങ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫേസിലെ ഒരു ലെഗ് മാത്രം ഒരു സമയത്ത് നമ്മൾ ആ ഒരു സ്വിച്ചിങ്ങിൽ ചേഞ്ച് വരുത്തത്തുള്ളൂ. സോ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ ഫസ്റ്റ് ഇറ്റ് വാസ് 0, 0, 0. പിന്നെ നമ്മൾ ആർ ഫേസിലെ ഒരു ഇത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, അത് മാത്രം 1 ആക്കി. പിന്നെ നമ്മൾ വൈ ഫേസിൽ 1 ആക്കി. പിന്നെ നമ്മൾ ബി ഫേസിൽ 1 ആക്കി. അതേഴ്സ് ആർ റിമൈനിങ് ദ സെയിം. ഓക്കെ, വീണ്ടും നമ്മൾ ഇതിനെ നമ്മൾ ഒരു സൈക്കിളായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വീണ്ടും V7, 1, 1, 1. വി ആർ ഗോയിങ് ബാക്ക് ടു V2, 1, 1, 0. And we are going to V1. There is 1, 0, 0. Then it becomes V0. That is 0, 0, 0. അപ്പോൾ ഇതൊരു സെറ്റ് സ്വിച്ചിങ് ആവും. അപ്പോൾ ഇതാണ് ഇതൊരു സെറ്റ് ടൈം പീരീഡ്, ഇതൊരു സെറ്റ് ടൈം പീരീഡ്. സോ ലെറ്റ് കോൾ ഇറ്റ് ആസ് TS. ഇറ്റ്സ് ടോട്ടൽ ടൈം പീരീഡ്. ഓക്കെ, ഒരു സ്വിച്ചിങ്ങിൻ്റെ ടോട്ടൽ ടൈം പീരീഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം നോക്കണമെന്ന് വെച്ചാൽ യു ക്യാൻ സീ ദാറ്റ് V1 ആൻഡ് V4 ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. 1, 1, 0, 0 എന്നുള്ളതിൻ്റെ കോംപ്ലിമെൻ്ററി ആണ് 0, 1, 1. വൺസ് കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. അതുപോലെ തന്നെ അപ്പം A, ദെൻ ദിസ് ഇസ് A'. ഇവിടെ ഫേസിൽ കൊടുക്കുന്ന A' ആയിരിക്കും. സോ നമ്മൾ V1 അതിൻ്റെ കോംപ്ലിമെൻറ്റ് V4, സിമിലർലി V2ൻ്റെ കോംപ്ലിമെൻറ്റ് V5 ആൻഡ് V6, V3യുടെ കോംപ്ലിമെൻറ്റ് V6 അങ്ങനെ കിട്ടും. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഇടയിൽ സ്വിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ വി റെഫറൻസ് ആണ്. ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വി റെഫറൻസിന് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കിട്ടും, V1-ൻ്റെയും V2-ൻ്റെ ഇടയിലും കിട്ടും. സോ സിമിലർലി ഇഫ് യു വാണ്ട് ദിസ് വി റെഫറൻസ് ബിറ്റ്വീൻ എനി അതർ വെക്ടേഴ്സ് യു ഹാവ് ടു സ്വിച്ച് ബിറ്റ്വീൻ ദാറ്റ് വെക്ടർ. ഇനി ഈ സ്പേസ് വെക്ടർ മോഡുലേഷനിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ഇൻക്രീസ് ദ നൾ വെക്ടർ ടൈം, നൾ വെക്ടർ ഈ V7 അതേപോലെ V0, V7 ടൈം ഇൻക്രീസ് ചെയ്താൽ യു ക്യാൻ അഡ്ജസ്റ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വി റെഫറൻസ്. അത് കുറയ്ക്കണമെങ്കിൽ യു ഹാവ് ടു ഇൻക്രീസ് ദ വി ഔട്ട്പുട്ട്, നൾ വെക്ടർ ടൈം. V0, V7 ടൈം ഇൻക്രീസ് ചെയ്താൽ യു ക്യാൻ അഡ്ജസ്റ്റ് ദിസ്
magnitude. You can go maximum of 2 by 3 VDC. 2 by 3 VDC വരെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് താഴെയുള്ള ഏത് വാല്യൂസിനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ജസ്റ്റ് ഇൻക്രീസ് ദ ടൈം പീരീഡ് ഓഫ് VDC by 2. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ആ ഒരു വെക്ടർ ഉണ്ടാക്കുന്നത്. ഇനി നൾ വെക്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞു. സോ നമുക്ക് എങ്ങനെയാണ് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് അത് ഫോം ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. സോ നമ്മൾ ഇവിടെ ഞാൻ നേരത്തെ ഇപ്പോൾ സ്പേസ് വെക്ടർ മോഡുലേഷൻ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമുക്ക് വി റെഫറൻസ് ഉണ്ട്. സോ വി റെഫറൻസ് ഇസ് ബിറ്റ്വീൻ V1 ആൻഡ് V2. V1 എന്ന് പറഞ്ഞാൽ 100, V2 എന്ന് പറഞ്ഞാൽ 110. സോ V1 എന്നുള്ളത് T1 ടൈം പീരീഡിനാണ് ഓൺ ആക്കിയിരിക്കുന്നത് വിചാരിക്കാം. സോ നമുക്കിവിടെ V1 എന്ന് പറഞ്ഞാൽ ഇവിടെ V1 ഉണ്ട്, ഇവിടെയും V1 ഉണ്ട്. സോ ഇത് T1/2 ടൈം പീരീഡിനും ഇത് T1/2 ടൈം പീരീഡിനും ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. സോ വിച്ച് വിൽ ഗീവ് എ ടോട്ടൽ ടൈം പീരീഡ് ഓഫ് T1. നമുക്ക് ഇവിടെ T1 കിട്ടും. സിമിലർലി V2 ഈസ് ടേൺഡ് ഓൺ ഫോർ T/2 ഈച്ച്. അപ്പോൾ നമുക്ക് T2 എന്നുള്ളൊരു ടൈം കിട്ടും. സോ ഇഫ് ടോട്ടൽ ടൈം ഈസ് TS, ദ നൾ വെക്ടർ ഓൺ ആയിരിക്കുന്ന ടൈം, നൾ വെക്ടർ വെച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ TS മൈനസ് T1 മൈനസ് T2 എന്നുള്ളതാണ്. ഓക്കെ, ബട്ട് TS മൈനസ് ടോട്ടൽ ടൈം പീരീഡ്, ദാറ്റ് ഈസ് ഒരു സ്വിച്ചിങ് സീക്വൻസിനുള്ള ടൈം പീരീഡ് മൈനസ് T1 മൈനസ് T2 ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് T0. അപ്പോൾ നമുക്ക് ഈ T1 ഉം T2 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഇഫ് യു ആർ റിസോൾവിങ് ദാറ്റ് യു വിൽ ഗെറ്റ് V1 cos theta. V1 cos theta എന്ന് പറഞ്ഞാൽ it is the vector which is along the V reference. അപ്പോൾ V referenceന് along, ഇപ്പോൾ V1ൻ്റെ V referenceന് along ഉള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ V1 cos theta ആണ്. സോ നമ്മളത് T1 ടൈം പീരീഡിന് ഓൺ ആക്കുകയാണ്, T1 ടൈം പീരീഡ്. സോ V1 cos theta into T1 is equal to V reference into TS. This is the ടോട്ടൽ ടൈം പീരീഡ്. സോ TS എന്നുള്ളത് നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് ഒരു ടൈം പീരീഡിൽ, ഒരു ടോട്ടൽ ടൈം പീരീഡ് TSൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെക്ടറാണ് V റെഫറൻസ്. സോ ഇതിന് നമ്മൾ വോൾട്ട് സെക്കൻഡ് റൂൾ എന്നാണ് പറയാം. വോൾട്ട് സെക്കൻഡ് റൂൾ which says that the product of voltage and time, the sum of product of voltage and time will be equal to 0 എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ഇറ്റ്സ് ജസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് KVLും KCLൊക്കെ എഴുതുന്ന I/R എന്ന് എഴുതുന്ന പോലെ തന്നെ നമ്മൾ ഇതിലും അങ്ങനെ ഒരു വോൾട്ട് സെക്കൻഡ് റൂളാണ് യൂസ് ചെയ്യുന്നത്. സോ V reference into TS is equal to V1 into cos theta. So that is the vector along the V reference, V1 cos theta into T1. ഓക്കെ, അതേപോലെ V2 cos theta, the component of V2 along the V reference is V2 cos 60 minus theta. So 60 minus theta എന്ന് പറഞ്ഞാൽ if the angle between V1 and V2 is 60, അതായത് ഇവിടെ നമുക്ക് എത്ര വെക്ടേഴ്സ് ഉണ്ട്, 6 വെക്ടേഴ്സ് ഉണ്ട്. ടോട്ടൽ ഡിഗ്രി ഈസ് 360 ഡിഗ്രി. സോ ദ ആംഗിൾ ബിറ്റ്വീൻ ഈച്ച് വെക്ടർ വിൽ ബി 60 ഡിഗ്രി ഈച്ച്. ഓക്കെ, അപ്പം അപ്പം നമുക്ക് ഇവിടെ തീറ്റ എന്നുള്ളത് V റെഫറൻസും V1ഉം തമ്മിലുള്ള ആംഗിൾ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ V reference and V2 as 60 minus theta. Okay, so V2 into cos 60 minus theta is the component of V2 along the V reference. അത് into T2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? So that is equal to V reference into TS എന്നുള്ളത് കിട്ടും. ഓക്കെ, ഹെൻസ് നമുക്ക് അതിൽ നിന്ന് T1 ഉം T2 കണ്ടുപിടിക്കാം. സോ വേർ V1 and V2 is V1 magnitude of V1 equal to magnitude of V2, that is equal to എങ്ങനെ എഴുതാൻ പറ്റും? VDC 2 VDC by 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് T1 ആൻഡ് T2. സോ അതിൽ നിന്ന് നമുക്ക് T1 ഉം T2 V റെഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, സോ T1 is equal to 3/2 V reference by VDC TS by cos theta.
and similarly you have the time for T2. So by adjusting the value of T1 and T2, which is the turn on time period, you can adjust the V reference. ഇപ്പോൾ V1 കൂടുതൽ ടൈം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ, ദറ്റ് ഈസ് T1 ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ബ്രിങ് ദിസ് റെഫറൻസ് വെക്ടർ ക്ലോസ് ടു V1. T2 ഒരുപാട് സമയത്ത് കൂട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് അത് V2ൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ഹെൻസ് യു ആർ ബ്രിങ്ങിങ് വെക്ടർ, റൊട്ടേറ്റിംഗ് വെക്ടർ ബൈ സ്വിച്ചിങ് ഇൻ ബിറ്റ്വീൻ ഈച്ച് വെക്ടേഴ്സ്. അപ്പോൾ നമ്മൾ പതുക്കെ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാമെന്ന് കൂടെ പറഞ്ഞുതരാം. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം V1. V1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ V1ൽ T1 ടൈം ഓൺ ആക്കിയിരിക്കുക. അപ്പം ലെറ്റ് സേ T2 ഈക്വൽ ടു 0. T2 0 ആവുന്ന സമയത്ത് നൾ വെക്ടറിനും T1നും ഇടയിലായിരിക്കും സ്വിച്ച് ചെയ്യുന്നത്. മാക്സിമം ടൈം ഗിവൺ ഫോർ T1. And now you are reducing T1 slowly and increasing T2. So the V reference vector start to move away from V1 slowly and it move towards V2. അപ്പം T2 ഇൻക്രീസ് ചെയ്തിട്ട് T1 കുറയ്ക്കുന്നതനുസരിച്ച് it move away from V1 towards V2. അപ്പം V2ൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ the T1 will be 0. Okay, T1 0 ആവും, T2 will be maximum, or the null space time ഒഴികെ കിട്ടുന്ന സമയം മൊത്തം the total time will be for T2. Again, if you have to rotate the vector away from V2, the T1 will be along with V2 and T2 will be along with T3. അപ്പോൾ T1 മാക്സിമം ആണ്, T2 ഈക്വൽ ടു 0 ആണ്. അപ്പം V2ൽ നിൽക്കും. അപ്പോൾ T1 കുറയ്ക്കുന്നതനുസരിച്ച് away from V2 പോകും. അങ്ങനെ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് 360 റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് വെക്ടറായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിവോൾവിങ് സ്പേസ് വെക്ടറിനെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. സോ it has a many advantage compared to sinusoidal PWM. ഓക്കെ, അതായത് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് യൂട്ടിലൈസേഷൻ ഒക്കെ പറ്റും. ഇൻ കേസ് ഓഫ് സൈൻ PWM യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി 86% ഓഫ് സോഴ്സ് വോൾട്ടേജ്. കൺട്രോൾ ചെയ്ത് മാക്സിമം നമുക്ക് കിട്ടാവുന്ന 86% ഉള്ളൂ. ബട്ട് in case of space vector you will get the 100% of the DC voltage. സോ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. സ്പേസ് വെക്ടർ മോഡുലേഷനും ഉണ്ട്. സോ അങ്ങനെയാണ് സ്പേസ് വെക്ടർ മോഡുലേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ അതിൻ്റെ ഒരു ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ നേരത്തെ താഴോട്ട് എഴുതിയ പോലെ തന്നെയാണ് ഇവിടെ അത് VA VB VCയിൽ ഉണ്ടാകുന്ന ആ സ്വിച്ചസ് ഓൺ ആവുന്ന ടൈമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് V0 വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് all the three will be 0. And to get V1 you will switch on ഫേസ് എയിൽ സ്വിച്ച് മാത്രം അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യും, ബാക്കിയെല്ലാം ലോവർ സ്വിച്ച് ആയിരിക്കും. V2 1 1 0, then it will be 1 1 1, again 1 1 1. സോ അതിൻ്റെ ഒരു സ്വിച്ചിങ് വേവ് ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 1 1 0 0 0 0 0. ഓക്കെ, സോ ഈ ഒരു സ്വിച്ചിങ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ T0/2 എന്ന് പറഞ്ഞാൽ അത് null vector ഓൺ ചെയ്യുന്ന ടൈമാണ്. T0/2 for here and T0/2 for here. ഓക്കെ, ഇപ്പോൾ ഒരു ടോട്ടൽ ടൈം പീരീഡ് T എടുക്കുകയാണെങ്കിൽ അതിൽ T1 T2 എന്നുള്ളത് V1 ഓൺ ചെയ്യാനുള്ള ടൈമും T2 എന്നുള്ളത് V2 ഓൺ ചെയ്യാനുള്ള ടൈമും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഓൺ പീരീഡിനെ കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. അങ്ങനെയാണ് ഒരു സ്പേസ് വെക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ സ്പേസ് വെക്ടർ എന്താണ്? ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടാണ്. ആ ഒരു ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ലോഡിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗിവ് യു എ കറക്റ്റ് റൊട്ടേറ്റിംഗ് ഓർ റിവോൾവിംഗ് വെക്ടർ, വോൾട്ടേജ് വെക്ടർ, വിച്ച് വിൽ ഹെൽപ്പ് ടു എന്താണ് ലോഡ്, എന്ത് പർപ്പസിനാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതതിൻ്റെ വർക്ക് ചെയ്യാൻ നമ്മൾ ഈ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒരു മോഡുലേഷൻ കൊണ്ടുവരാൻ പറ്റും. സോ അതിനാണ് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.